ഹലോ 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 കണ്ണപ്പ കണ്ണപ്പ നായകനാരാന്നറിയോ? ഇല്ല. എന്തോണ്ട് വിഷ്ണു മഞ്ജു അങ്ങനെ എന്തോ മച്ചുവാ ആള് ചില്ലറൊന്നല്ല. ആള് ആക്കൊരു അടുത്തൊരു എന്ത് നാഷണൽ അവാർഡ് എന്താ പറയല്, ആ അവാർഡിനുള്ള ഒരു സംഭവം കൊടുക്കണം അല്ലെ? എങ്ങനെ ഇത്രയും മോശമായി അഭിനയിക്കാം എന്നുള്ളതിന്റെ ഒരു അവാർഡ്. ഈ പടം വേറെ വില്ല പടല്ലേ ഇത്? എത്ര ആള് അക്ഷയ് കുമാർ, പ്രഭാസ്. അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതൊരു സിനിമയല്ല, സീരിയല്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാ സീരിയലും ആകെയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കാട്ടപരാധാണ് അല്ലെ. ഇതിലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ നമുക്ക് ആ ഫസ്റ്റ് ഒരു ഇതിലത്തെ നായകന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് തിരിയും. ഫൈറ്റ് ആണെങ്കിലും ഫൈറ്റ് എല്ലാം ഇപ്പത്തെ മലയാളത്തിലോ എന്നാ പറയണ്ടേ ഇതിനെ കുറിച്ചെല്ലാം അങ്ങനെയാണെന്നൊരു തോന്നുന്നു. പിന്നെ മോഹൻലാലിനെ പോലുള്ള ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ലാലേട്ടനെ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല അല്ലെ. പ്രഭാസിനെ പോലത്തെ ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇവർക്ക് വലിയ സീനൊന്നും ലൊക്കേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്നും എല്ലാം സ്റ്റുഡിയോയിൽ അങ്ങ് ഇട്ട് വെക്കുക. ഏതോ ഇതുപോലെ ഞാൻ എഡിറ്റ് ചെയ്യൂലേ, ക്യാപ്കട്ട് ചെയ്യത് ആ സാധനം അതുപോലത്തെ എഡിറ്റിങ്. പിന്നെ ഏതിലോ സീരിയലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തിട്ട് ഒരു പടം, അത് 3 മണിക്കൂർ. എന്തോ ഇങ്ങനെ വെറുപ്പിക്കലാന്ന്. ഇങ്ങനെ ലാസ്റ്റ് ആവുമ്പോ പടം എന്താണ് ഒരു ലാസ്റ്റ് ആദ്യം ഒരു യുദ്ധം വരുന്നു. ആ യുദ്ധല്ലേ യുദ്ധം എന്താ പറയാ, മഹാഭാരത് എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു പണ്ട്. ഇതിനെക്കാട്ടി ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ച് കട്ട് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉറുമ്പായതുകൊണ്ട് നമ്മള് ചെറുതായിട്ട് അവിടുന്ന് ഇവിടത്തേക്ക് സ്ഥലം മാറ്റിട്ട് പറഞ്ഞോ. അതെ, പണ്ടത്തെ മഹാഭാരത് എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും വൃത്തി മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ആ സീരിയൽ. ഇതിങ്ങനെ ഇത് എന്താ പറയാ, നമ്മളെ പണ്ടത്തെ ഇത് ഒരു സീരിയൽ സെറ്റപ്പാണ് ഫുള്ള്. അതായത് ഒന്ന് ബഡ്ജറ്റ് പറഞ്ഞാല് പ്രഭാസിന് പോയി 200 കോടി ബഡ്ജറ്റ് ഉണ്ടായി. അതിൽ പ്രഭാസ് അഭിനയിച്ചിട്ടുണ്ട്. പ്രഭാസ് തന്നെയതല്ല, പ്രഭാസ് വന്നിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇങ്ങനെ. അക്ഷയ് കുമാർ അത് അക്ഷയ് കുമാർ വരുമ്പോ സൈഡില് CNG എഴുതി കാണിക്കുന്നത്. CNG അല്ല എന്തോ CGI മറ്റേ ഗ്രാഫിക്സ് ചെയ്താന്ന് എഴുതി കാണിക്കുന്ന അറിയില്ല. മുകളിൽ വീണാന്നോണ്ടാ. ഗൈസ്, നമുക്ക് വീണ്ടും ഒരു ലൊക്കേഷൻ മാറ്റം അനിവാര്യമാണ്. സിനിമയെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാണോ? ശിവനാ കുറ്റം പറയാൻ പാടില്ല. മാത്രമേ ഇല്ല, ഇവിടെ ആരുമില്ല. ക്ലൈമറ്റ് ഒരു ഇരുട്ട് പിടിച്ച ക്ലൈമറ്റ് അല്ലേ. അപ്പം ഭക്തിപ്പടാണ് അത്. ഭക്തി ഇല്ലവർക്ക് ഭക്തി പോകൂടി ഇത് കണ്ടാല് അല്ലേ. അക്ഷയ് കുമാറിനൊന്നും ശിവനായിട്ടൊന്നും ഒരു കാണാനേ പറ്റുന്നില്ല. ചെങ്ങായി കില്ലാടി മൈൻഡാ നമുക്ക്. ചെങ്ങായിനൊന്ന് ശിവനായി അല്ലെ. ചെങ്ങായി വന്നിട്ട് ലാസ്റ്റ് ഡാൻസ് എല്ലാം കളിക്കുന്നു എന്നാ ഒരു ലോജിക്കുമാണ്. ആ മറ്റേ പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ശിവൻ, അതിൽ ഇതിനെക്കാട്ടിയും വരെയുണ്ട് ശിവൻ. ഇത് ഉറുമ്പ് വരുന്ന ഓന്റെ പേരെന്താ, നായകന്റെ പേര് തിന്നാൻ കേട്ടത് പേരാണ് ദിങ്കനാ അല്ലപ്പാ, തൃപ്പണ എന്താ ആരെയാണ്? തൃണ്ണൻ. നായകന്റെ പേരുന്ന് തൃണ്ണനാ. ഡിങ്കൻ അടക്കേ ലിങ്കനല്ല തിന്നനാടാ എന്റെ മോൻ തിന്നൻ. അന്റെ മോൻ ഡിങ്കം പ്രശ്നമൊന്നും വരുന്നില്ല. അതല്ല, ഇത് ഡബിങ്ങിന് ഭയങ്കര പരാജയമാണ് അല്ലേ. ഒന്നാമത് മലയാളി തന്നെയല്ലേ ഡബ് ചെയ്ത് ഞങ്ങക്ക് ഡൗട്ട്. ഈ നായകനെ ഡബിങ് ഭയങ്കര. ശിവനെ എന്നെല്ലാം വിളിക്കുമ്പോ ഇല്ലേ മറ്റേ ഇതില്ലേ കളിയാക്കി പറയുന്ന മറ്റേ സുരാജിന്റെ ശിവനെ ആ സാധനം വരുന്നത് നടക്ക്. ശിവനെ എന്നല്ലേ അമ്മ മലയാളത്തിൽ ശിവൻ എന്നല്ല പറയില്ല, ഇത് ശിവനെ അങ്ങനെയാണ്. ശിവൻ എന്നതില് കൂട്ടല്ലേ, ഇത് ഏതോ ശിവൻ, ഇത് ഏതോ ഇതൊരു അങ്ങനെ ഒരു സാങ്കല്പിക ദൈവികത. ഇത് നല്ലൊരു എന്താന്ന് പറയണ്ടേ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ ഭക്തി സീരിയലാണെങ്കിൽ ഒരു നിരീശ്വരവാദിനെ പോലെ ഇങ്ങനെ ഇരുന്ന് കാണിപ്പിക്കും. ഇതിങ്ങനെ വിശ്വാസിയാണെങ്കിൽ അടങ്ങി പറയും, വിശ്വാസം നിർത്തും. ലാസ്റ്റ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു, പടം കഴിഞ്ഞു. പക്ഷെ പിന്നെയും പാട്ട്, ആ പാട്ടല്ലേ പരസ്യം ഉണ്ടാവില്ലേ, ഇതെന്തോ ഐതിഹ്യം സെറ്റപ്പ് ആണ് പടം.
പടം എന്തോ അങ്ങനത്തെ എന്തോ കഥയെല്ലാം ഉണ്ട്, ആദ്യം തന്നെ എഴുതി കാണിക്കുന്നെല്ലാം ഉണ്ട് ഇങ്ങനെ കഥ ഇതാവട്ടെ എന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരു ഐതിഹ്യം കൊണ്ട് നടക്കുന്ന. പക്ഷെ ഇതൊരു എൻഡിങ് കൊണ്ടേ പടത്തിന്. ഇത് ആദ്യത്തെ യുദ്ധം തീരുമ്പോൾ വിചാരിച്ചോ എൻഡിങ് ആയി. എൻ്റെ ഗൂഗിളിൽ പോയി മറ്റേ ഡ്യൂറേഷൻ തപ്പുമ്പോൾ ഉണ്ട് 3 മണിക്കൂർ. ഇത് എൻഡ് ചെയ്യാൻ പറ്റിയ ഓരോ സാഹചര്യം ഉണ്ട്. ഇപ്പം മറ്റേ ഭക്തി വരുന്നു, അപ്പം എൻഡ് ചെയ്യുന്നില്ല. മറ്റേത് ഇത് ഇങ്ങനെ 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 കൊണ്ടുപോകുന്നു ഒരു 3 മണിക്കൂർ ഇങ്ങനെ തലയും മേലെടുത്ത് നടുവും മേലെടുക്കുന്ന അടി. അതാണ് പടം അല്ലേ. ഇനി കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു പടത്തിന്റെ ഡീഗ്രേഡ്. തെലുങ്ക് എല്ലാ ആൾക്കാരും പടം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പടം വിജയിച്ചു പോകും. തെലുങ്കിൽ അവർക്ക് എപ്പെങ്കിലും അതുകൊണ്ടായിരിക്കും, എനക്ക് അറിയില്ല. പ്രഭാസൽ ഉണ്ടായോണ്ട് മോഹൻലാൽ എന്ന് പറയുന്നില്ല, മോഹൻലാലിന്റെ അപരം വരുമ്പോ ഭയങ്കര കയ്യടിയൊക്കെ തിയേറ്ററിൽ ഉണ്ടായത്. മോഹൻലാൽ ഇങ്ങനെ ഒരു നിപ്പലുണ്ടേ, അത് നമ്മക്ക് എഡിറ്റ് ചെയ്യാം. സത്യം പറഞ്ഞ ഒരു ഫോട്ടോ വെച്ചിട്ട് അത് ചങ്ങായി ഒരു സാധനത്തിന് മീറ്റ് ഇങ്ങനെ നിക്കാണ്, ബാലൻസ് ചെയ്ത് നിൽക്കുന്ന സാധനം. അതിങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തണക്കുണ്ട്. എന്നാ പറയണ്ടേ എനിക്ക് അപ്പുറം ഒന്നുമില്ല. ഇതാണ് പടം. പടം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് CNG പരാജയം, ഡബിങ് പരാജയം, CNG അല്ല VFX ഒന്നുമില്ല. ഇതെല്ലാം പരാജയം, പഴയ പരാജയം. വെറുതെ ഇവരെല്ലാം കൊണ്ട് അവരെ കളിയാക്കുന്ന പോലെ അഭിനയിപ്പിച്ചിട്ട് അങ്ങ് വിട്ട്. ഇല്ല, ഒരു 200 കോടി സെറ്റപ്പിൽ ഒരു കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ടിട്ട് പടം എടുത്ത് വെച്ച്. അതാണ് സംഭവം. അപ്പം ഇതില് മോഹൻലാല് ഒട്ടുമില്ല കേട്ടോ. മോഹൻലാല് ഇല്ല. മോഹൻലാലിന്റെ കഥ പറഞ്ഞാൽ എനിക്കറിയാം. മോഹൻലാൽ എന്തുകൊണ്ടാ അതിൽ വന്ന്. പ്രഭാസ പിന്നെയും ഇല്ല. മോഹൻലാലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോശമൊന്നുമില്ല. മോഹൻലാൽ വലിയ മോശമൊന്നുമില്ല, അത്രേ ഇല്ലു. കുറ്റം പറയാൻ നമുക്ക് ചിരി വരും ചില സാധനം കണ്ടാൽ. ലാസ്റ്റ് ഒരു നോട്ടുണ്ട്, അത് അതില് കൈവിട്ട് പോവും. മതി ഇനി അപ്പൊ നല്ല പടമൊന്നും അല്ല, മോശം പടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളേതായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പം ആ രീതിയിൽ മാത്രം കാണാം അല്ലേ. അപ്പം ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും. കാണാത്തവർ പോയി കാണാം, കണ്ടവർ പോയി കാണുക. അപ്പം പോയി കാണാം.